അപ്പൊ ഇവിടെ പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടത് അഭിനയത്തിന് നമ്മളെക്കാളും പ്രായമുള്ളതുകൊണ്ട്. ആദ്യം എപ്പോഴാന്നേ കണ്ടേ? അന്ന് നീ കുഞ്ഞായിരുന്നു. ഒന്ന് പോണത്. അതില് എന്റെ ക്യാരക്ടറിനെ പറ്റി ആയാലും ഒക്കെ കൊറേ ഇങ്ങനെ വലിയ വലിയ ചർച്ചകൾ നടക്കുകയാണ് കമന്റ് ബോക്സിൽ. അപ്പൊ അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും ഒരു അങ്ങനെ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. ഇതിനെ കണ്ടിട്ട് ഞാൻ എങ്ങനെ പേടിക്കാനാ? ഇത് ശരിയാവില്ല കേട്ടോ, കുറച്ചൊക്കെ എല്ലാരും പേടിപ്പിച്ചു. ഇപ്പൊ എനിക്ക് സങ്കടം വരുന്ന പോലെ ആയിരിക്കത്തില്ല ചേച്ചിയുടെ മുഖത്ത് സങ്കടം വന്നിട്ടുണ്ടാവും. അപ്പൊ എന്നോട് കറക്റ്റ് നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നു പറയാം, അത് ഭയങ്കര കൃത്യമായിട്ട് പറ്റും. അങ്കിൾ അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞു തരും. അത് ആ ഡയറക്ടർ തന്നെ നല്ല എനിക്കൊരു പ്രത്യേകിച്ച് ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. അതെന്താ? ഭയങ്കര ക്യൂട്ടായിട്ട് വന്ന് ചുളുവിലൊക്കെ പറഞ്ഞിട്ട് പോകും. ദീപക്കേടും ഭയങ്കര കാമായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കും എന്ത് നടക്കുന്നത്, നമ്മള് പിണങ്ങി വഴക്കുകൂടി നമ്മള് ഭയങ്കര ഞാൻ പ്രൈവറ്റിന്റെ സെറ്റ് മറക്കുകയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇന്നത്തേട്ടന്റെ മനസ്സിൽ എന്തോ കാര്യം വന്നു. പറഞ്ഞോളൂ. ഇല്ലല്ല ഇല്ലില്ല, ഒന്നും വന്നില്ല. വരുന്ന പോലെ തോന്നും, പക്ഷെ ഒന്നും വരുന്നില്ല. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഫേവറേറ്റ് ഇന്ദ്രൻ സേട്ടൻ ആൻഡ് മീനാക്ഷി അനൂപ്. വെൽക്കം ടു അവർ ഷോ ആൻഡ് സിനിമയാണ് പ്രൈവറ്റ്. ഈ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ഡയലോഗ് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കണ്ടേ. ഇന്ദ്രൻ സേട്ടൻ പറയാ, ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു തരിപ്പ് കിട്ടട്ടെ, എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ പോയി സിനിമ ചെയ്യുന്നത്. തരിപ്പ് കിട്ടിയോ പ്രൈവറ്റ് ചെയ്തപ്പോ? പ്രൈവറ്റിന് അത് കിട്ടി, പിന്നെ നിരന്തരം തരിപ്പായിരുന്നു. എന്തായിരുന്നു നിരന്തരം തരിപ്പ്? രാവിലെ രാത്രിയൊക്കെ ഭയങ്കര തരിപ്പായിരുന്നു. നല്ല രസമായിരുന്നു നിങ്ങളുടെ കെമിസ്ട്രി. ശരിക്കും മീനാക്ഷി, ഞാൻ ആ കെമിസ്ട്രി നിങ്ങളുടെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ആർക്ക് ഉണ്ടല്ലോ, അത് ആ പോയിന്റ് വന്ന് എത്താൻ എനിക്ക് കുറച്ചുകൂടെ കാണാൻ ബാക്കിയുണ്ട്, സത്യാവസ്ഥ അതാണ്. പക്ഷെ ഞാൻ അത്രയും കണ്ടതിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി നിങ്ങളുടെ കെമിസ്ട്രി. നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? ഇന്ന് ചേട്ടൻ നാണംകുണിയാണെന്നുള്ളൊരു വലിയൊരു ചീത്തപ്പേരുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം എപ്പോഴാന്നേ കണ്ടേ? അന്ന് നീ കുഞ്ഞായിരുന്നു. ഒന്ന് പോണത്. അപ്പോഴല്ലേ പടത്തിന്റെ ആ ഞാൻ വന്നപ്പോഴത്തേ നീ അഭിനയിച്ചോണ്ടിരിക്കുവല്ലേ? ആണോ? എനിക്ക് അതെ 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 അതെ, ഒരു ബസ്സിലുള്ളൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാദ്യം കാണുന്നേ. ബസ്സിൽ ടിക്കറ്റ് അത് തന്നെ. അപ്പോഴാദ്യം കാണുന്നേ. പിന്നെ നാണം കുണിക്കൊന്നും അല്ലായിരുന്നു, വർത്താനം നിർത്താനുള്ള കുഴപ്പമേ ഉള്ളായിരുന്നു. ഒത്തിരി മിണ്ടും പിന്നെ എല്ലാത്തിനും കൂടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും കൂടും, ഇതിനകത്തും കൂടുതലുണ്ടല്ലോ. എന്ത് പറഞ്ഞാലും കൂടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തണുപ്പ് കൂടിയപ്പോ ഇതിലൂടെ കൂടിയല്ലേ? അല്ല, ഈ കഥാപാത്രം എന്ന് പറയുന്നത് ചേട്ടാ, അത് ഒരു ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ വേറൊരു വശത്ത് ഒത്തിരി അധികം സ്ട്രഗിൾസും ഉണ്ട്, അതേ സമയത്ത് വേദനയുണ്ട്, പിന്നെ ഒരു ആങ്കറും ഉണ്ട്, ഒരു ഉള്ളിൽ കുറേ ദേഷ്യം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അവിടെ കിടപ്പുണ്ട്. അത് പുറത്ത് വരുന്നില്ലെങ്കിലും നമ്മൾ പലപ്പോഴും കാണുന്നില്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തട്ടി നിൽക്കുന്ന മാതിരി തോന്നാറുണ്ട്. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇന്നത്തേട്ടൻ ആദ്യം എന്താണ് ദീപകിനോട് ചോദിച്ചത്, സംവിധായകനോട് ചോദിച്ചത് ഈ കഥാപാത്രത്തെക്കുറിച്ചും ഈ സ്റ്റോറി? ക്ലൈമാക്സ് ഉണ്ടായില്ല. അപ്പൊ ഇതവരുടെ പലതും അങ്ങനെ എഴുതാതെ ചെയ്തെടുക്കലുണ്ടല്ലോ, പലരുടെയും മനസ്സിലുണ്ടാവും. നമ്മൾ തന്നതിൽ നമ്മൾ യാത്ര തിരിക്കുന്നു, നീ എന്നെ സഹായിക്കുന്നു, അതുവരെ ഉള്ളൊരു സംഭവം കിട്ടി. അതുവരെ എനിക്ക് നല്ല ഇതായിരുന്നു. ഞാൻ അഭിനയിച്ച് തന്നെ വായിച്ചു, അത്ര സുഖം ഉണ്ടായിരുന്നു വായിക്കുമ്പോ. പക്ഷെ ഒരു പുതിയ സംവിധായകനല്ലേ, പിന്നെ അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നു, ഒരു പുതിയ സംവിധായകനാണ്. എന്നാലും ടീം നല്ല ക്യാമറാമാനാണ്, അസോസിയേറ്റ് പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ പരിചയമുണ്ട്. അപ്പൊ എന്തായാലും അതിൻ്റെ ഒരു മനസ്സിൽ ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആൾക്ക് സിനിമയുണ്ടല്ലോ, ആ ധൈര്യം ഉണ്ടായിരുന്നു. അതെ, രസം എന്താണെന്ന് വെച്ചാൽ 600-ൽ പരം സിനിമകൾ ചെയ്തിരിക്കുന്ന ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഒരു ന്യൂ ജെൻ ആക്ടർ. എന്തായാലും മീനാക്ഷി കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പലയിടത്തും പറയുന്നുണ്ട് എനിക്ക് ഈ ന്യൂ ജനറേഷൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. വാട്ട് ഈസ് ദിസ് എക്സ്പീരിയൻസ് ലൈക്ക് ഫോർ യു?
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്കിളിനെ കാണുമ്പോൾ ഞങ്ങളത് എപ്പോഴും പറയുന്ന കാര്യം, എനിക്കങ്ങനെ പുതിയ ഒരാളെ കാണുന്നു, അങ്ങനെ വേറെ എപ്പോഴും സിനിമ കാണുന്ന ഒരാളെ അങ്ങനൊന്നുമില്ല. എനിക്ക് എൻ്റെ വീട്ടിലുള്ള എനിക്ക് ഭയങ്കര എൻ്റെ അങ്കിളാ ഞാൻ പുറത്തിറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും, അന്നും അതെ ഇപ്പോഴും അതെ. എനിക്ക് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആക്ഷൻ പറയുമ്പം ചെയ്യുന്നല്ലാതെ അതിന് മുന്നെയോ അതിന് ശേഷമോ അതിന് വേണ്ടിയുള്ള വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. കഥാപാത്രത്തെ കുറിച്ച് എന്തായിരുന്നു? ഇത് അശ്വിത എന്ന എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഇപ്പം റീസെന്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ പോകുന്നത് പ്രൈവറ്റാണ്. പക്ഷെ പ്രൈവറ്റിന്റെ ഷൂട്ടാണ് ആദ്യം കഴിഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ എന്നെ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ പ്രിവ്യൂ കാണുന്ന സമയത്ത് ഇത്രയും കുറച്ചുകൂടെ വലിയ കുട്ടിയൊക്കെ ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് എന്നെ തന്നെ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ ഉള്ളതൊക്കെ ഒപ്പോ അമർ അക്ബർ ഒക്കെ ആണല്ലോ, അതിൽ കുറച്ചുകൂടെ ചെറിയ ആളല്ലേ. അപ്പോൾ ഇത്രയും എനിക്കൊരു ഏജ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യണ മൂവി പ്രൈവറ്റാ. അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യലാ. അപ്പൊ ഞാനത് എന്നാ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ഒക്കെ പിന്നെ കുറേ ഇതൊക്കെ കഴിഞ്ഞ് കുറേ ഷൂട്ട് ഡേറ്റ്സും ഒക്കെ കൂടുതലായിരുന്നു പ്രൈവറ്റിന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പ്രിവ്യൂ കണ്ട സമയത്ത് ഒത്തിരി സന്തോഷം. ദീപകേട്ടൻ ഒരു പുതിയ ഡയറക്ടറാണ്, പക്ഷെ നല്ല ഐഡിയ ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട്. ഇന്നൻ ചേട്ടൻ എങ്ങനെയായിരുന്നു ഈ ഒരു എന്താ പറയുക ജനറേഷൻ ജമ്പ് ചെയ്യുമ്പോ? എന്നെ പറ്റി രണ്ട് നല്ല വാക്കുകൾ പറയും. ഞാൻ അത് കാത്തിരിക്കായിരുന്നു, ഇതുവരെ പറഞ്ഞിട്ട്. എന്താണ് ശ്രദ്ധിച്ചത്? ശരിക്കും ആദ്യം ഒരു വലിയ ഫേമസ് ഒരു നടിയുടെ കാര്യമൊക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം ഈ ഡയറക്ടർ വരുമ്പോൾ പറഞ്ഞത്. കാരണം കാസ്റ്റിങ്ങില് ഫീമെയിൽ ക്യാരക്ടർ പ്രധാനമാണ്, അതിൽ നിന്നാണ് തുടങ്ങി അതിലാണ് അവസാനിക്കുന്നത്. അപ്പം അതിൻ്റെ യാത്രക്കിടയിൽ വന്നു പോകുന്നതാണ് ഈ വൃദ്ധൻ. അപ്പം അതിലാണ് സിനിമ. അപ്പം അങ്ങനെ ഞാനും രക്ഷപ്പെട്ടു മോഹിച്ച് നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ പിന്നീട് അറിയുന്നു അത് പുതിയൊരാളാണ്. കുറച്ച് ആശ്വാസമായി എനിക്ക്. അപ്പം ഞാനൊന്ന് ഇനി അതിനെ പഠിപ്പിക്കണം, അത് എങ്ങനെ ചെയ്യുമെന്നറിയില്ല, നമ്മളായിട്ടും എങ്ങനെ ഇഴുകി പോകുമെന്നറിയില്ലല്ലോ. അപ്പൊ ഇവിടെ പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടത്. അഭിനയത്തിന് നമ്മളെക്കാളും പ്രായമുള്ളതുകൊണ്ട് സമാധാനമായി. ആദ്യം ഇടയ്ക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് അത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്നപ്പോൾ അതായിരുന്നു കറക്റ്റ് എന്ന് തോന്നി. മീനുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മലപ്പുറത്തെ ഒരു കുട്ടിയാണ്. അത് ശരിക്കും പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചിരുന്നോ? അങ്ങനെ സംസാരിച്ചില്ല. ഇത് മലപ്പുറത്തെ ക്യാരക്ടറാണെന്ന് പറയുന്ന സമയത്ത് ദീപകേട്ടന് ആകെ ഉണ്ടായിരുന്ന കൺസേൺ കുറച്ച് മലപ്പുറം സ്ലാങ് വേണം, ഒരു വളരെ ലൈറ്റ് ആയിട്ട്, എന്നാൽ അത് ഓവറായിട്ട് അങ്ങനെ പോകാനും പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ കോഴിക്കോട് സൈഡിലോട്ടൊക്കെ ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് മിണ്ടി ഞാൻ ചുമ്മാ മിണ്ടുമ്പോഴും എന്നോട് ആൾക്കാർ നിനക്ക് കുറച്ച് കോഴിക്കോട് സ്ലാങ് ഉണ്ടോ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതൊരു പോസിറ്റീവ് സൈഡായിരുന്നു. പിന്നെ ആ ക്യാരക്ടർ മലപ്പുറം സൈഡിനെ കഴിഞ്ഞും എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും പെൺകുട്ടികൾക്ക് ചില സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ മലപ്പുറം എന്നുള്ളതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മലപ്പുറത്താണ് വീട് എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ എവിടെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാവുന്ന ഒരു സംഭവം അതിനെ അശ്വിത എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് എടുത്തത്, അത് ഭയങ്കര ടാസ്ക് ആയിട്ടൊന്നും അല്ലാതെ അതൊരു ഫൺ എലമെന്റ് ആയിട്ട് ഭയങ്കര എന്റർടൈനർ ആയിട്ട് കാണിച്ചു പോകും. അതൊരു ആക്ച്വലി ഒരു സീരിയസ് സിറ്റുവേഷനാണ്, വളരെ സീരിയസ്, ഒരു ഭയങ്കര സീരിയസ് സിറ്റുവേഷനാണ്. പക്ഷെ അതിനെ ഇതിൽ ഭയങ്കര എന്റർടൈൻഡ് ആയിട്ടാണ് കാണിച്ചത്. എന്നാൽ ഭയങ്കര തമാശയാക്കി കളയാതെ അതിന് സീരിയസ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഭയങ്കര സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അതിനു വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് എഫേർട്ട് എടുത്ത് ആരടുത്തും ചോദിച്ചിട്ടൊന്നുമില്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള ഐഡിയ ദീപകേട്ടൻ തന്നെ ഉണ്ടായിരുന്നു, ഇന്നതാണ് വേണ്ടത്, അത് തന്നെ മതി എന്നുള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് അങ്ങനെ ഓർത്തങ്ങനെ വറീഡായിട്ടില്ല. ഇന്നത്തെ മനസ്സിൽ എന്തോ കാര്യം വന്നു, പറഞ്ഞോളൂ. ഇല്ലില്ല ഒന്നും വന്നില്ല, തോന്നുന്നു പക്ഷെ ഒന്നും വരുന്നില്ല. മിനു ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ, നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഇതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്. അപ്പം നമുക്കൊരു ഇങ്ങനെ ഒരാളുടെ കൂടെ നമ്മൾ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയാൻ ഒരു വശത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ പൊക്കി അങ്ങ് വരെ കേട്ടിട്ടില്ല, പക്ഷെ കാര്യമാണ് ഇത്, ഇറങ്ങി കഴിയും ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. അല്ല, ഇങ്ങനെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും റെക്കഗ്നിഷൻ ഉള്ള ഒരു ആക്ടറിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണും.
മറുവശത്ത് അതിൻ്റെ ഒരു പേടിയും കാണും. എനിക്ക് പേടിയില്ലായിരുന്നു, കാരണം ഇന്ദ്രൻ സങ്കിൾ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പോൾ ഇന്ദ്രൻ സങ്കിൾ ഓൾറെഡി മൂവിയിൽ ഇന്നാണ്, അപ്പോൾ എൻ്റെ അടുത്ത് അങ്കിളാണ് കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു എനിക്ക് കഥ ഓക്കെ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര. പക്ഷെ അങ്കിളാണ് കൂടെ ചെയ്യുന്നത്, എന്നെ കഴിഞ്ഞ് കൂടുതൽ എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും അതെ, ഓ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയാണോ എന്നുള്ളത് ഭയങ്കര കാര്യമായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴും മിണ്ടുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഇതിനെ കണ്ടിട്ട് ഞാൻ എങ്ങനെ പേടിക്കാനാ? ഇത് ശരിയാവില്ല കേട്ടോ, കുറച്ചൊക്കെ എല്ലാരും പേടിപ്പിച്ചു. എന്നെ കണ്ട് കുറച്ച് പേടിച്ചെങ്കിലേ ഉള്ളൂ. അല്ല, എന്നാലും യു ഷുഡ് ഹാവ് ഒബ്സർവ് സംതിങ് അബൌട്ട് ഹിം ദാറ്റ് ഈസ്. വണ്ടി ഓടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു, ഞാൻ പേടിച്ച അതൊന്നും അത്ര പുറത്തു പറയരുത്. അന്ന് എൻ്റെ കൂടെ സത്യത്തിൽ എൻ്റെ അമ്മ അച്ഛനൊക്കെ പറയും, അതാ നിന്റെ അങ്കിളായതുകൊണ്ട് നിന്റെ കൂടെ ഇരുന്നു എന്ന്. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു അല്ലേ? ചാൾസ് ശോഭരാജിൽ കുറെ സീനുണ്ട് അങ്ങനെ. ഒരു പടത്തിന്റെ ഒരു എൻഡ് മൊത്തം ഇവരുടെ കയ്യിലാണ്, വണ്ടി ഓടിക്കലും ഡയലോഗും. എന്റെ ജീവൻ തന്നെ നിന്റെ കയ്യിൽ. അതെ അതെ, ജീവൻ പണയം വെച്ച് അഭിനയിച്ചത് എൻ്റെ കൂടെ. പുതിയ ജനറേഷനിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുക? ഇന്ത്യൻ ചേട്ടാ എത്രയോ തലമുറകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ ചേട്ടൻ എന്താണ് അതിലൊരു ഒബ്സർവേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്? അങ്ങനെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല അവര് മനസ്സിൽ അങ്ങനെ വ്യക്തമായിട്ട് എഴുതി തരാനൊന്നുമില്ലേലും ഭയങ്കര സ്വപ്നവും ഷോട്ടിൻ്റെ മറ്റേത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കിടക്കുവാണ്. അത് പലതും നമുക്ക് വിവരിച്ച് തരാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കൗതുകത്തോടെ അവരെ നോക്കി കാണാൻ പറ്റും. ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ വേറൊരു ലെവലിലേക്കാവും. ആദ്യം നമ്മളിരിക്കുന്നത് വല്ല കാര്യമുണ്ട്, ഇതങ്ങനെ ചെയ്താൽ പോരെ, പോരെ, അത് ആ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനൊക്കെ മാറ്റിമറിക്കും ചില കുട്ടികൾ. മീനു അതിശയിപ്പിച്ച എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തമ്മിലാണ് ആ ഫുൾ സ്റ്റോറി നിങ്ങൾ രണ്ടുപേരുമാണ് ഫുൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ? മിക്കവാറും ഫോൺ വരുന്ന സീനിലുള്ള ഒരു അങ്കലാപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതൊക്കെ ഭയങ്കര ആ ധൃതി. നമുക്ക് എന്ത് പറ്റി നിനക്ക് കാര്യം പറയാം എന്ന് പറയാനുള്ള സാധനം അവൾ ഇട്ട് തരുന്നുണ്ട്. അവളുണ്ട് അവസ്ഥ അതിലേക്ക് വരുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് വരുമ്പോൾ നമുക്കും ഉള്ളു ചോദിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഡയലോഗ് പറയാന്നല്ലേ ഉള്ളൂ. കൂടെ നിൽക്കുന്ന ആള് നന്നാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമുക്ക് ഏറ്റവും അനുഗ്രഹം അതാ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമയിലും അല്ലെ, 2 പ്രൈമറി ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് സിനിമ പോകുന്നത് തന്നെ. ആ ചായക്കടയിലെ സീനുണ്ടല്ലോ നിങ്ങള്, അതൊക്കെ നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്ത് ചായക്കടയിൽ ചെന്ന് നിങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് തോന്നി. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതിൽ നിങ്ങളുടെ കെമിസ്ട്രി ശരിക്കും കാണുന്നുണ്ട്. മീനു എന്താണ് ഒബ്സർവ് ചെയ്തത് ഇന്ത്യൻ ചേട്ടനെ കുറിച്ച്? അത് ഒബ്സർവ് ചെയ്യാനേ ഉള്ളൂ നമുക്ക്. ഇന്ദ്രൻ സങ്കിൾ എപ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണേലും ഇങ്ങനെ എഴുതി അങ്ങനെയും കൂടെ ചെയ്ത് നോക്കാം, അപ്പൊ കുറച്ചുകൂടെ അത് അങ്ങനെ ആവും എന്ന് പറയാം. അത് പക്ഷെ അങ്കിൾ ചെയ്യുന്ന വെച്ചല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ മുഖത്ത് ഞാൻ ചെയ്ത എന്ത് വരും എന്ന് ഓർത്തിട്ട് അങ്കിൾ അത് കറക്റ്റ് അങ്ങനെ ആർക്കും അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. യൂഷ്വലി ഇപ്പം ഞാൻ എനിക്ക് സങ്കടം വരുന്ന പോലെ ആയിരിക്കത്തില്ല ചേച്ചിയുടെ മുഖത്ത് സങ്കടം വന്നുണ്ടാവും. അപ്പൊ എന്നോട് കറക്റ്റ് നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് പറയാം, അത് ഭയങ്കര കൃത്യമായിട്ട് പറ്റും. അങ്കിൾ അത് കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു തരും. അതുണ്ട്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ഇപ്പൊ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണെങ്കിൽ നമ്മൾ അറിയാതെ അതിനനുസരിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്തു പോകും. ആ സീനിനെ കഴിഞ്ഞും ഇങ്ങനെ ഒരു റിയാക്ഷൻ നമ്മൾ അതിനനുസരിച്ച് മറ്റാൾ പേടിക്കുമ്പോൾ നമ്മളും പേടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ ഭയങ്കരമാണ്. അത് അങ്കിളിന്റെ ഭയങ്കര അങ്ങനെ ഒരു സട്ടിലായിട്ട് ഭയങ്കര എവിഡന്റ് ആയിട്ട് അങ്ങനെ വരുന്ന ഒരു ഇതല്ലല്ലോ. അങ്കിള് ഭയങ്കര സമാധാനമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിലുണ്ട് എല്ലാം ഉണ്ട്. ഈ ലാലേട്ടൻ പറയുന്ന പോലെ എല്ലാം സംഭവിക്കുന്നതാണ്. അതുപോലെയാണോ ഇന്നത്തെ അഭിനയം? ഇന്നത്തേട്ടനോ ആ ഒരു നിമിഷത്തിൽ അതങ്ങനെ ആവണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ കഥാപാത്രമൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മൾ റെഡിയായി ആ ഒരു വരച്ചിട്ട കളത്തിനകത്ത് നമ്മൾ അതിനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ ആവുമെന്ന് തോന്നുന്നു. കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അതല്ലേ മുതിർന്ന പലരും, ഗോപി സാറ് നെടുമുടിയൊക്കെ ചില നിശബ്ദ സീനുകൾ കണ്ടില്ലേ, ഭയങ്കരമായിട്ടായി പോയില്ലേ. അതൊരു എന്തോ പറയും, മനസ്സെടുത്ത് വേറെ എവിടെയോ കൊണ്ട് വെക്കുന്ന പോലെ അല്ലേ. ഈ 600 സിനിമകളെ വിക്കിപീഡിയയിൽ പോലും ഒതുങ്ങൂല. എത്രയോ ആക്ടേഴ്സിനെ കണ്ട് അവരുടെ അഭിനയം കണ്ടിരിക്കുന്നു. എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? തിയേറ്റർ ആയാലും ശരി, പണ്ട് തിയേറ്റർ ചെയ്താണെന്നറിയാം,
ആരെങ്കിലും വിസ്മയിപ്പിച്ച ഏതെങ്കിലും നിമിഷം ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇതിപ്പോൾ പലവരും ഇന്ത്യൻ ചേട്ടൻ കണ്ടിട്ടിങ്ങനെ ദൈവമേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നേ, അങ്ങനെ ഒരു നിമിഷം നമുക്ക് ഉണ്ടാവൂലേ? അങ്ങനെ കുറെ നടന്മാരുണ്ട്. എനിക്കോട് പണ്ട് പ്രിയ എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ ശങ്കരാടി ചേട്ടൻ നമ്മൾ അന്ന് കാണുന്ന ഒരാളല്ലാത്തൊരു സിനിമയായിരുന്നു. ഒരു ഭയങ്കര അതിൽ ശരിക്കും മധു സാറ് ഡയറക്റ്റ് ചെയ്യണം, മധു സാറിൻ്റെയാണ് അതിൻ്റെ ഡയറക്ടർ. അതിൽ ശരിക്കും നായകൻ ശങ്കരാടി ചേട്ടനാണ് എന്ന് പറഞ്ഞാണ്. അതുപോലെ പി ജെ ആൻ്റണി മുതൽ അങ്ങനെ ചെറുതിലേക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട ആൾക്കാരുണ്ട്. ഗോപി സാറിൻ്റെ തന്നെ ഇത്രയും പടങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് മിണ്ടാതിരിക്കുന്ന മുഖത്ത് പെട്ടെന്ന് ആ കൊടിയേറ്റം പോലുള്ള സിനിമകൾ വരുന്നുണ്ട്. നെടുമുടി സാറും അതുപോലെ അങ്ങനെ കുറേ പേരുണ്ട്. കുറേ പഴയ ആർട്ടിസ്റ്റുകൾ കുറേ ഒടുവിലായ ചേട്ടനും തിലകൻ സാറ് ഒക്കെ ഒരു തിരയെല്ലാം വന്നിങ്ങനെ അടിച്ച് ഇറങ്ങി ഈ കരയിലാണ് ആ തിര വന്നു പോയതെന്ന് അറിയില്ല മുഖത്ത് തിരിച്ചു പോകുമ്പോഴത്തേക്ക്. ഈ ചിലവരുടെ കൂടെ നമ്മൾ അഭിനയിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ മറന്നു പോകും നമ്മൾ എന്ത് പറയണം, എന്ത് പ്രതികരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം. അവരുടെ അഭിനയം കണ്ട് നമ്മൾ നിന്ന് പോകില്ലേ? പൊന്നമ്മ ചേച്ചി അതിൽ എടുത്തു പറയാനുള്ള സംഭവം അതിങ്ങനെ വലിയ മുഖമല്ലേ, അതിങ്ങനെ തെളിഞ്ഞു വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വെയിൽ മങ്ങി ഒന്ന് കാർമേഘം ഒന്ന് മൂടുന്ന പോലെയൊക്കെ വരില്ലേ. അങ്ങനെ കുറേ പണ്ടത്തെ എനിക്ക് തോന്നുന്നു അത് അവരുടെയൊക്കെ പരിചയവും പിന്നെ അത്രയും പഴകി വരുമ്പം കിട്ടുന്ന പെട്ടെന്ന് അങ്ങനെ മാറുന്ന. ഇത്രയും നാളും ചെയ്ത സിനിമകളിൽ ഏറ്റവും ടെൻഷൻ അടിച്ചു പോയ സെറ്റ് ഏതാണ്? ഈ കഥാപാത്രം ഞാൻ എങ്ങനെ പിടിക്കും എന്ന് വിചാരിച്ചു പോയ സെറ്റ്. ഭയങ്കര ചില്ല് ആളാണെന്ന് അറിയാം, എന്നാലും ആളൊരുക്കൊക്കെ അങ്ങനത്തെ സംഭവമായിരുന്നു. അത് കുറേ കഴിയുമ്പോഴാണ് അയ്യോ ആദ്യത്തെ സീൻ പോയല്ലോ, കയ്യിൽ നിന്ന് പോയല്ലോ, അങ്ങനെ തോന്നുന്നു. അവർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര ധാരണയൊക്കെ ഉള്ള ഡയറക്ടറാണ്, ചെറുപ്പമാണ്, പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൽ ഇത്രയും പ്രായമുള്ള ആൾ അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ആണ് നമ്മളെങ്ങനെ പറയും എന്നുള്ളൊരു കുറച്ചെങ്കിലും കിടക്കുമായിരിക്കും. അത് നമുക്ക് കുഴപ്പമാണ്, നമ്മളെ തിരുത്തത്തില്ല. അങ്ങനെ വരും. അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ ചെന്നെത്താൻ പാടായിരിക്കും. കുറേ കഴിയുമ്പോൾ നമുക്ക് അയ്യോ അതുപോലെ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നും. അത് കൂടുതൽ എനിക്ക് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു ധർമ്മസങ്കടത്തിൽ എത്തിയിട്ടുള്ളത് കോമഡി ചെയ്യുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ വിവസ്ത്രനായി പോകുമെന്ന് പറയുന്ന പോലെ ചെന്നിട്ട് ഫുൾ കോമഡിയാണ് നല്ലതാണെന്നൊക്കെ വെച്ചു വായിക്കുമ്പോൾ നമ്മളങ്ങോട്ട് ഉരുവാൻ തുടങ്ങും. അതിലൊരു കോമഡി ഇല്ല, എന്നിട്ട് നമ്മൾ ഇളകിയോണ്ടാവോ അങ്ങനെ കുറേ അനുഭവങ്ങൾ പണ്ട് കാലത്ത് നമ്മൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ പിന്നെ വന്ന് ഭവിക്കുന്നതിൽ ചിലത് വരുന്നതാ. ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് പോരായിക വരികയെന്നേ ഉള്ളൂ, മതിയായില്ലല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ആദ്യം കൂടുതൽ പഠിക്കാനേ തോന്നുള്ളൂ. മറ്റത് അങ്ങനെയല്ല, അങ്ങ് ചമ്മിയിട്ട് ഇതിപ്പോ ഇറങ്ങുമല്ലോ റിലീസാവുന്ന അറിയുമ്പോഴത്തേക്ക് ചില പടം റിലീസാവെന്ന് പറയുമ്പോൾ ആദ്യം വരുമോ അങ്ങനെ വരാറുണ്ട്. നമുക്ക് മറ്റേ ഉത്സാഹമല്ലോ എല്ലാരും കാണുമല്ലോ. ഇവിടെ സിനിമ കണ്ടിരുന്നോ ഇതിനു മുമ്പ്? ഓഫീസറും ഡ്യൂട്ടി അതിൽ അങ്ങളുണ്ടല്ലോ, അല്ല മറ്റേ ക്രൈം ഫയൽസിലല്ലേ? അതിലൊക്കെ തകർത്തില്ലേ? ഇല്ല കണ്ടിട്ട് എന്നോട് പറഞ്ഞു എന്നെ വിളിച്ചു. ക്രൈം ഫയൽസ് അടിച്ചു പൊളിച്ചിട്ടുണ്ട് അല്ലേ? നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. നമ്മൾ വിചാരിക്കത്തേ ഇല്ല ഇതുപോലത്തെ ഒരു ക്രൂക്കാണെന്ന്. അല്ല എന്ത് രസമായിരുന്നു ആ കഥാപാത്രം. ഭയങ്കര ഇൻട്രസ്റ്റോട് ചെയ്തതാണോ? അതെ, ആ ഡയറക്ടർ തന്നെ നല്ല നമുക്കൊരു എനിക്കൊരു പ്രത്യേകിച്ച് ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. അതെന്താ? ഭയങ്കര ക്യൂട്ടായിട്ട് വന്ന് ചുളുവിലൊക്കെ പറഞ്ഞിട്ട് പോകും. അത് നമ്മൾ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, തൃപ്തിയായില്ലെങ്കിലും അതേപോലെ തന്നെ വരും. ഒന്നും സംഭവിക്കുന്നത് നമ്മളങ്ങനെ അതിലോട്ട് കൊണ്ടുപോകും. അവളുടെ നല്ല പക്വതയുള്ള പയ്യൻ. എനിക്ക് ഇന്നത്തേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ രസമായിട്ട് തോന്നി. നമ്മളൊരു നടനായിട്ട് വളരണമെങ്കിൽ നമുക്ക് ഇൻപുട്സ് കിട്ടുന്ന ഒരു പക്ഷേ പുസ്തകത്തിൽ നിന്നും സിനിമകളിൽ നിന്നാണ്. ഇപ്പോഴും അത് തന്നെയാണോ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും, ടു ലേൺ ആസ് ആക്ടേഴ്സ്? കാരണം എനിക്ക് തോന്നുന്നു ഈ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റിനായിരുന്നു, ഒരു സ്കില്ല് പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാർ ഇത്രൂടെ അത്
സ്പോണ്ടേനിയസ് ആയിട്ടാണ് അത് കാണുന്നതെന്ന് തോന്നുന്നു. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ ഓവർ ദ ജനറേഷൻ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലേണിങ്ങിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ? ഇറ്റ്സ് എ ഓപ്പൺ ക്വസ്റ്റ്യൻ. അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് അങ്ങനെയല്ല. അങ്ങനെ ഉണ്ട്. നമ്മൾ ഉണർന്നിരിക്കേണ്ടതുണ്ട്, തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏത് ക്യാരക്ടറും വരാം, പക്ഷെ അതിന് എത്ര സമയം കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആവാനാഴിയിൽ എന്തെങ്കിലും നമ്മൾ കരുതി ഇരുന്നാൽ അതിലേതെങ്കിലും ഒന്ന് ഇതിന് മേച്ചാവും. ഓക്കെ, അപ്പൊ ഇതിന് പൊന്നൊരുക്കുന്ന ആള് മോതിരം, കല്യാണ മോതിരമൊക്കെ ഒരുക്കാൻ നിർത്തി ഇതിട്ട് നോക്കി ഇതിട്ട് നോക്കുന്നു പറയില്ല. അങ്ങനെ ഏതെങ്കിലും ചേരും എവിടെയെങ്കിലും. അപ്പൊ ഇതിന് ഏതാണ് എടുത്തിട്ടത്? അല്ല, ഇത് കൃത്യമായിട്ട് ദീപക് ഭയങ്കര കർക്കശക്കാരനാണ്. അയ്യോ ഭയങ്കര പെർഫെക്ഷൻ വേണം ദീപക്കേട്ടര്. അയ്യോ നമുക്ക് ശരിയായി അങ്ങനെ ശരിയാവില്ല. എനിക്ക് പിണങ്ങൊന്നുമില്ല, അത് പിണക്കമല്ലേ പിന്നെ. ദുർമുഖമൊന്നും കാണിക്കില്ല. നമ്മൾ എത്ര പിണങ്ങിയാലും ആള് അങ്ങനെ കൂളായിട്ടിരിക്കും. ദീപക്കേട്ടൻ ഭയങ്കര കാമായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കും എന്ത് നടക്കുന്നത്. നമ്മള് പിണങ്ങി വഴക്കുകൂടി നമ്മള് ഭയങ്കര ഞാൻ പ്രൈവറ്റിന്റെ സെറ്റ് മറക്കുകയില്ല. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടെ ഇനി ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുന്നേ ഇല്ല. കാരണം ദീപക്കേട്ടൻ വന്ന് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു ആദ്യത്തെ സിനിമയല്ലേ ദീപക്കേട്ടൻ, അപ്പൊ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ട്. നന്നായിട്ട് ഷോർട്ട് ബ്രേക്ക് ഡൗൺ വരെ ചെയ്തിട്ട് ചെയ്യുന്ന സംവിധായകരുണ്ടല്ലോ. ഫസ്റ്റ് സിനിമയൊക്കെ ആവുമ്പോ പെട്ടെന്ന് അവര് ഫുൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ബോർഡ് പോലെ സ്റ്റോറി ബോർഡ് അങ്ങനെ ക്ലിയർ അല്ല, പുള്ളിയുടെ മനസ്സിലാ. അപ്പൊ അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർക്കും അത്ര കൃത്യമായിട്ടാണ്. അപ്പൊ ദീപക്കേട്ടന് കൃത്യമായൊരു ഇങ്ങനെയുണ്ട്, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ വിട്ടു പറയില്ല. എല്ലാരും അവരിലിരിക്കും, അത് മറ്റാർക്കും അറിയാനും. നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ അല്ല, കൊറേ ചെയ്തു വരുമ്പോ അതിൽ ഏതെങ്കിലും നോക്കിയായിരിക്കും. ഇത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, എടുത്തെടുത്തെടുത്ത് ഒന്നും കൂടെ ഇത് ഓക്കെയാണ്, എന്നാലും നമുക്ക് ഒന്നും കൂടെ എടുക്കാം. ഒന്നും കൂടെ. ഷൂട്ട് ഡ്യൂറേഷൻ എത്രയായിരുന്നു ഇതിന്? കൂടുതലായിരുന്നു സാധാരണ ഇതിനെ കഴിഞ്ഞു, കൂടുതലായിരുന്നു. ലൊക്കേഷനും അതിഗംഭീരമായിരുന്നു. ഒരു പ്രത്യേകതരം ഒരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. ആ ബിൽഡിങ് എഗൻസ്റ്റ് ദാറ്റ് മൗണ്ടൻ, ആ ഒരു ഷോട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. സ്ഥലം നല്ല രസമായിരുന്നു അല്ലേ? അതെ, കേരളത്തിലെ ഷൂട്ട് ഭയങ്കര കുറവായിരുന്നു. 2 ദിവസം ഫുൾ തമിഴ്നാടായിരുന്നു അതിന്റെ ഷൂട്ട്. പൊള്ളാച്ചി അല്ലേ? തേനി, മൈസൂരൊക്കെ ഉണ്ടായിരുന്നു. മീനുവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മീനുവിന്റെ എനിക്ക് തോന്നുന്നു, ഞാൻ കറക്റ്റ് അല്ലെങ്കിൽ എന്നെ തിരുത്തണേ, ആദ്യത്തെ സിനിമയിൽ നിന്ന് കുറേ സീൻസ് റിമൂവ് ചെയ്തല്ലേ മീനുവിന്റെ? അങ്ങനെ കണ്ടൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമയിൽ നിന്ന്. ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ 1/2 എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ആദ്യം ചെയ്യണേ. അതൊരു കുറച്ചേ കണ്ടേ ഉള്ളൂ, കുറേ സീനൊന്നും പറയാനില്ല. ഒരു കുഞ്ഞു സീനം കണ്ട അത് എന്തോ ഒരു ലാറ്റിൻ ഡയലോഗ് എന്തോ പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കാരണം അത്രയും ചെറുതില്ല. അതിൽ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ വരണേ, പക്ഷെ എല്ലാവർക്കും അറിയണത് അമർ അക്ബർ ആന്റണിയിലാണ്. അപ്പൊ അന്ന് സീൻ റിമൂവ് ചെയ്ത് മീനു ആണ് ഇന്നൊരു ഫുൾ ലെങ്ത് മൂവിയില് ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്നത്. അതൊരു വലിയൊരു ഗ്രോത്തും വലിയ ജേർണിയും അച്ചീവ്മെന്റ് ആണ് മീനു. ഞാനത് ഓർക്കണേ. ശരിക്കും അത്രയും ഒരു ശക്തമായൊരു കഥാപാത്രം കിട്ടാൻ പാടില്ല പെൺകുട്ടിക്ക്. അത് അങ്കിൾ എന്നോട് എപ്പോഴും പറയായിരുന്നു. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളത് കാണാൻ പോയപ്പോഴും അങ്കിൾ പറയായിരുന്നു, എനിക്കല്ല നിനക്കിത് ഭയങ്കര നല്ലതാ, നിനക്കിത് ഭയങ്കര നല്ലതാ. കോമ്പറ്റീഷൻ കുറവ് അവിടെ ഇല്ലേ? കാരണം നമുക്ക് അവിടെ കിട്ടാൻ തന്നെ പ്രയാസമല്ലേ. ഇപ്പൊ തന്നെ എത്ര കഥാപാത്രങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് കിട്ടുക തന്നെ, അത് ശ്രദ്ധിക്കപ്പെടുക, അതിനേക്കാളും വലിയ കാര്യമാണ്. അത് ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഇപ്പോൾ ഈ കഥാപാത്രങ്ങൾ രണ്ടുപേരും ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാന്ന് ഞാൻ എവിടെയോ വായിച്ചു. അത് സത്യമാണോ? അങ്ങനെ ഒരു ട്രൂ ബേസിസ്? അതെ, അങ്ങനത്തെ കുറെ ഇവന്റ്സ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ്, കംപ്ലീറ്റ്ലി ട്രൂ സ്റ്റോറി അല്ല പറയുന്നത്. എപ്പോഴെങ്കിലും ഇന്ത്യൻ ചേട്ടനെ ഈ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്, എപ്പോഴെങ്കിലും ഏതെങ്കിലും കഥാപാത്രം ഒരു റിയൽ വ്യക്തിയെ ബേസ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് പങ്കജ് ത്രിപാഠി എന്ന് പറഞ്ഞിട്ട്, ഹിന്ദിയിലുള്ളതാണ്. ഭയങ്കര ഗംഭീര നടനാണ്. അപ്പം അദ്ദേഹം പറയായിരുന്നു, ഒരു തവണ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോയപ്പോഴേ പുള്ളിക്കാരൻ ആ ക്യാരക്ടർ കിട്ടുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പുള്ളിക്ക് ആ ക്യാരക്ടറിലേക്ക് പുള്ളി ലാൻഡ് ആവുന്നില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനൊരു ഡ്രൈവർ കാറിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ അയാൾ നടക്കുന്ന രീതി ഒരു പ്രത്യേക ഒരു ഞൊണ്ട് പോലെ ഒരു പ്രത്യേക രീതിയിലാണ് പുള്ളി നടക്കുന്നത്. ഒരു ചൈവുണ്ട്. പുള്ളി അത് കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് ആ കഥാപാത്രം കിട്ടി. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ശരിക്കും തോന്നിയത് ഞാൻ ലാൻഡ് ചെയ്തു എന്ന്. അങ്ങനെ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇന്ന് ചേട്ടാ?
നമ്മൾ ഏതെങ്കിലും കണ്ട ആളെ വെച്ചിട്ട് നമ്മൾ കഥാപാത്രം സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒന്നും ചെയ്തിട്ട് ചില ചേഷ്ടകളൊക്കെ ഇപ്പം പറഞ്ഞ കണക്ക് ചില ചലനങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കും ഒന്ന് മാറ്റാൻ വേണ്ടി. അതാ ഡയലോഗിന്റെ താളത്തിന് അത് ചേരും ചിലപ്പോൾ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില പെർഫ്യൂംസ് യൂസ് ചെയ്യും. ആ കഥാപാത്രത്തിന് ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് ആ പെർഫ്യൂം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ വല്ല ചെറിയ കുറുക്കുവിദ്യകളോ വല്ല ചെയ്തിട്ടുണ്ട്? പിന്നെ എങ്ങനെയാണ് എല്ലാ കഥാപാത്രങ്ങളും ഇത്രയും കൺവിൻസിങ് ആക്കുന്നത്? എനിക്ക് തോന്നുന്ന ഡയറക്ടറോട് കൂടുതലും നമ്മൾ അനുസരിക്കുന്നതാവും തോന്നുന്നു. എത്ര പരിചയമുള്ള ആളായാലും അല്ലാത്ത ആളായാലും ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന സമയം മുതൽ ആ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ വളർത്തി ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ സിനിമ തുടങ്ങുന്നവരെ അയാളുടെ മനസ്സിലുള്ള അത്ര ആരുടെ മനസ്സിലും കാണില്ല. അപ്പോൾ ആർട്ടിസ്റ്റ് തന്നെ ആ സമയത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കിട്ടാൻ നിന്നാൽ അത് വേറെ ഒന്നായിപ്പോവും. അദ്ദേഹം പൂർണ്ണമായിട്ടും നിരാശനും ആവും. ചിലപ്പം തിരുത്തി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ആ സിനിമ അങ്ങ് സംഭവിക്കട്ടെ എന്ന് വെച്ച് വിട്ടേക്ക് വരും. അത് ഒരുപാട് ദോഷം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഈ സിനിമയിൽ നിങ്ങൾ രണ്ടുപേർക്കും പെർട്ടിക്കുലർലി ഫേവറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ, ഫേവറേറ്റ് ഫോർ ഡിഫറെൻറ്റ് റീസൺ, ചിലർക്ക് ഭയങ്കര, ഇപ്പം മീനൂന് അത് ഒരു പക്ഷേ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ചേട്ടന് അത് ആ ഒരു സീൻ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ള ഒരു ആങ്സൈറ്റി കാണാമായിരിക്കാം. ഏത് സീനാണ് നിങ്ങളെ ശരിക്കും ഹുക്ക് ചെയ്തത് ഇതിനകത്ത്? നല്ല മൊമെന്റ്സ് ഒത്തിരി ഉണ്ട്. എനിക്ക് സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാം ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വണ്ടി ഓടിക്കുന്നതായിരുന്നു എനിക്ക് വലിയ കാര്യം. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നില്ല. ഞാൻ അങ്ങളുടെ കൂടെ എല്ലാ സമയം. അതായിരുന്നു ചലഞ്ചിങ്. അങ്ങളുടെ അതായിരുന്നു ഏറ്റവും കൂടുതൽ ചലഞ്ചിങ്. എൻ്റെ കൂടെ ഇരിക്കണല്ലോ. എനിക്കല്ല, റൂമിനകത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഡയലോഗ് പറയുന്നതുണ്ട്, അതൊരു താളത്തിന് വരേണ്ടതാണ്. അവിടെ ഒക്കെ ഭയങ്കര സുഖമായിട്ട് എനിക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനും ഒക്കെ റൂമിലിരുന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആ കസേരക്കാലിന്റെ ഡയലോഗ് ഒരു ചെറിയ ഡയലോഗാണ്. അതെ, അതിനൊക്കെ അത് നമ്മളൊന്ന് ഉണരും. നമ്മളൊരു താളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അതിന് ഒരു ചെറിയ തെറ്റ് വരുമ്പോൾ നമുക്കറിയാം നമുക്ക് തെറ്റിയെന്നറിയാം. അങ്ങനെ ഒരു പൊരുത്തക്കേട് അവിടെ വരും. അതൊക്കെ സുഖമായിട്ട് കഴിഞ്ഞു പോയി. അങ്ങനെ അശ്വതയുടെ ക്യാരക്ടറിലും ഇപ്പം ദീപക്കേട്ടന് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ വേണ്ട എന്നൊരു നിർബന്ധമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡയലോഗ് പറയുമ്പോഴൊക്കെ ആണെങ്കിലും അത് ആ താളം ഒന്ന് മാറ്റാൻ പറ്റുമോ, അതൊന്ന് ആ ഡയലോഗ് ഇങ്ങനെ ഒന്ന് മാറ്റി പറയാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവം വരും. അപ്പം നമ്മൾ പെട്ടുപോകും. നമ്മൾ മനസ്സിൽ പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, നോർമൽ പറയുന്ന ഒരു രീതി, പറയുന്ന ഒരു സംസാരം, ഭാഷ, അതൊക്കെ വ്യത്യാസമല്ലേ. പക്ഷെ അതിൽ വേണ്ട, നമ്മളിപ്പോ ചുമ്മാ ഇങ്ങനെ വെക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വേണ്ട, വേറെ ഒരു വെച്ച് കാണിക്കോ അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് ആ ഒരു മൂളലിൽ നമ്മൾ എന്ത് വ്യത്യാസപ്പെടുത്താനാ എന്നൊരു സംഭവം ഉണ്ട്. പക്ഷെ അത് കുറെ ചെയ്ത് അതിലേതോ ഒന്ന് ഓക്കെ ആയി. ശരിക്കൊരു ലേണിംഗ് കർവ് ആയിരുന്നു. ഭയങ്കരമായിട്ട് അതെ. feel you had to unlearn as an actor in this? ഇല്ല, അങ്ങനെയില്ല. അത് ഈ പെർട്ടിക്കുലർ ക്യാരക്ടറിന് ഇത് വേണം എന്നുള്ളതേ ഉള്ളൂ. ഇതേ സെയിം സാധനം നമ്മൾ വേറെ ഒരെണ്ണം വരുമ്പോൾ അതിനെ കൊണ്ടിട്ട് ഒട്ടും അത് യോജിക്കാനേ പോകുന്നില്ല. അഷിതയ്ക്ക് ഇത് ഓക്കെയാണ് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എന്താ ചേട്ടനോട് ചോദിക്കട്ടെ, ചേട്ടാ, ഈ ആക്ടേഴ്സ് ആ ബോൺ എന്ന് പറയുന്നത് ശരിയാണോ? അത് ഉള്ളിലൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ ഒരു ആക്ടർ ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ? അതോ നമുക്കൊരു ആക്ടറിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരു വ്യക്തിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇതെല്ലാം കൂടെ ചേർന്ന് പോണതാണെന്ന് തോന്നുന്നു. നമുക്ക് നല്ല കൊതിയുണ്ടെങ്കിലല്ലേ, അങ്ങനെ കൊതിയുള്ളവൻ്റെ ഉള്ളിൽ അതുണ്ടല്ലോ എന്നുള്ളതാണ്. അത് അങ്ങനെ കൊതിയുള്ള ഒരാൾ അതിനുവേണ്ടി എന്തും ത്യജിക്കാനും തയ്യാറാവും. സഹിച്ച് ക്ഷമയോടെ അതിൻ്റെ പിന്നാലെ പോകുമല്ലേ, എത്ര ആട്ടി പായിച്ചാലും പോകാണ്ട്. അപ്പോൾ അത് ആ കൊതിയുള്ളതുകൊണ്ട് അപ്പോൾ ആ വ്യക്തിക്കത് കുറച്ചെങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇന്നത്തെ ഭയങ്കര കൊതിയായിരുന്നു അല്ലേ അഭിനയം? പണ്ട് നാടകം കാണുമ്പോൾ തൊട്ട് ഭയങ്കര കൊതിയായിരുന്നു. ഞാനത് ഏത് ഇൻ്റർവ്യൂവിലാണ് കണ്ടത്. ഇന്നേട്ടൻ പറയുന്നത് ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ വീട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് എക്സൈറ്റഡ് ആവാറുണ്ടായതെന്ന്. ശരിയാണ് അതൊക്കെ? ഇത് എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് ഇന്ദ്രനേട്ടന്? 10-12 വയസ്സ് മുതലൊക്കെ നമ്മൾ അത്രയ്ക്ക് ആ സമയത്തൊക്കെ ഉത്സവ പറമ്പുകളിലൊക്കെ ഇങ്ങനെ കണ്ട് കൊതിച്ച് നടന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിസ്തരിച്ച് സംസാരിക്കണം. അത് ഞാൻ ഒറ്റയ്ക്ക് പിടിക്കുന്നുണ്ട്. മീനൂന് എന്താണ് അഭിനയം കൊതി വന്നത്? എനിക്ക് അഭിനയ കൊതി വരുന്നതിന് മുന്നേ ഞാൻ ഇതിലായി പോയത് കൊണ്ട് അങ്ങനെ കൊതിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ ആദ്യത്തെ സമയം ചെയ്യുന്ന സമയത്ത് ഒരു 8-9 വയസ്സല്ലേ ഉള്ളൂ. അപ്പം അത് ഡ്രീം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിലേക്കായിപ്പോയി. ഞാൻ
ഡ്രീം ചെയ്താലും ഇത്രയൊന്നും ചെയ്യത്തില്ല, ആഗ്രഹിച്ചാലും ഇത്രയൊന്നും നമ്മൾ ആഗ്രഹിക്കുകയില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് ചേട്ടാ മീനു, ഇപ്പം നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമയിൽ കുറേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മുടെ പൊളിറ്റിക്സോ നമ്മുടെ പേഴ്സണൽ പൊളിറ്റിക്സോ വളരെ ഡിഫറെൻ്റ് ആയിരിക്കാം. ഡയറക്ടറിൻ്റെ വിഷ്വലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കാം, ഒരു പക്ഷേ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ടോ? ശരിക്കും ആർട്ടിസ്റ്റിന് അങ്ങനെ അസഭ്യമല്ലാത്തതൊന്നും എതിർക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമ പറയുന്ന രാഷ്ട്രീയം ആ ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ എത്ര എന്നാലും അത് ഡയറക്ടർ സിനിമയാണ്, ഡയറക്ടർ തലയിൽ പറയത്തുള്ളൂ. അയാൾ തന്നെയാണ് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആർട്ടിസ്റ്റിനെ പോലും നിയന്ത്രിച്ച് അല്ലെങ്കിൽ തീരുമാനിച്ചൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ തന്നെ കൂലിക്ക് വെച്ചേക്കുന്ന ഒരു പ്രതിപുരുഷനാണ്. അപ്പോൾ ഞാൻ എന്തിനാ അതിനെ എതിർക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ ഒരു മോശം വാക്കിയിട്ട് നമ്മൾ തന്നെ ഒന്ന് ചൂളുകയാണെങ്കിൽ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. അല്ലാത്തതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം കഥയിൽ വരുമ്പോൾ അത് സെപ്പറേറ്റ് ക്യാരക്ടർ ആണല്ലോ. ക്യാരക്ടറും നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് ഒരു തരത്തിലും കണക്ഷൻ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഓരോ ആൾക്കാർക്ക് ഓരോ ലിമിറ്റേഷൻസാണ്. ഇപ്പം എനിക്ക് ഉള്ള ഇഷ്ടങ്ങളും ലിമിറ്റേഷനും ആയിരിക്കണം എന്നില്ല വേറൊരു ഇതേ പ്രായത്തിലുള്ള ഒരു നായിക അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയുമല്ലോ, ഇന്ന കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആക്ടിങ് വൈസ് നമ്മുടെ പൊളിറ്റിക്സോ അതൊന്നും നമ്മൾ ഈ പൊളിറ്റിക്കൽ കണ്ടന്റിനോട് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ ഓഡിയൻസിന് വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകൾ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചുരുക്കമുള്ള ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഇന്നത്തേട്ടം പറയുന്ന പോലെ വീട്ടിൽ ചെന്നിട്ട് ഇരുന്ന് ആലോചിക്കുന്ന തരം സിനിമകളുണ്ടായിരുന്നല്ലോ. പണ്ട് ഉച്ചയ്ക്ക് ഇരുന്ന് കാണാൻ ആരും കാണാത്ത സമയത്ത് 1.5 മണിക്കൂർ 2 മണിക്കൂറിനും നീട്ടി കിട്ടണം, മനസ്സിൽ നീട്ടി കിട്ടണം. അത് മനസ്സിൽ വീട്ടിൽ പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ കണ്ടോണ്ടിരിക്കുന്ന സമയത്തും സമയം എക്സ്പാൻഡ് ആവണം അല്ലേ. അങ്ങനത്തെ ഒരു അനുഭവം കിട്ടുന്ന ഒരു സിനിമയിൽ ഒരു സിനിമയാണിത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് നിങ്ങൾ രണ്ടുപേരും പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് വിത്ത് ദ വ്യൂവേഴ്സ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ആൻഡ് വൈ ദേ ഷുഡ് കം ആൻഡ് വാച്ച് ദ മൂവി. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഇന്ദ്രൻ ചേട്ടൻ എല്ലാ ഗ്ലോറിയിലും കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അതാണ് ഏറ്റവും വലിയ USP. യെസ് മീനു? എനിക്ക് എന്നാ പറയാനുള്ളത്, ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ സംസാരിച്ചതൊക്കെ തന്നെയുള്ളൂ. പിന്നെ അതിനപ്പുറത്തേക്കെന്ന് വെച്ചാൽ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പറയേണ്ടതുണ്ട്. ഇതിന്റെ പ്രൈവറ്റ് എന്ന് പറയുന്ന സിനിമ ഒരു തരത്തിലുള്ള പ്രമോഷൻസും ഇതുവരെ നടന്നിട്ടില്ല, ഒന്നുമില്ല. ഇവിടെ ചേച്ചിയുടെ അടുത്ത് വന്നു സംസാരിക്കാം എന്ന് പറഞ്ഞു, അങ്ങനെ 1-2 എണ്ണം, അതിൽ കവിഞ്ഞ് ഒന്നും വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊക്കെ മുന്നേ ഇതിന്റെ ട്രെയിലർ റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ ഇപ്പം അറിയാലോ, സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ കുറേ പ്രൊമോഷൻസും പോസ്റ്റർ റിലീസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെയാണ് ട്രെയിലർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന് കിട്ടിയ വ്യൂസും അതിൻ്റെ അടിയിൽ വന്ന കമൻസും അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ എന്നിട്ട് ദീപക്കേട്ടൻ്റെ അടുത്ത് വിളിച്ചു, നിങ്ങളത് പറഞ്ഞ ആരെ കൊണ്ടെങ്കിലും ഇടിയിക്കുന്നതാണോ? കാരണം നമ്മൾ ഒരു തരത്തിൽ ആരും ഇല്ല അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം ദീപക്കേട്ടൻ, ഞാൻ തന്നെ ഞെട്ടിയിരിക്കും, ഞാൻ ആരെ കൊണ്ടിടിക്കും എന്ന് നീ പറയണേ. അതല്ല, അതിന് തന്നെ അതിൽ എൻ്റെ ക്യാരക്ടറിനെ പറ്റി ആയാലും ഒക്കെ കുറേ ഇങ്ങനെ വലിയ വലിയ ചർച്ചകൾ നടക്കുകയാണ് കമന്റ് ബോക്സിൽ. അപ്പോൾ അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും ഒരു ഇത് കിട്ടും, ഇങ്ങനെ ഒരു സ്പേസ് ഈ മൂവിക്ക് മാത്രമായിട്ട് ആരും അറിയാതെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഇതിങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്കോട്ട് ഇത്രയും വരും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ശരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് വെച്ചാൽ മൂവി വരുമ്പോഴും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് അവരറിഞ്ഞ് അവർക്ക് കാണാനുള്ളൊരു ഹോപ്പ് ആദ്യം തോന്നുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരാളുടെ അടുത്ത് നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇന്ന മൂവി ഉറപ്പായിട്ട് പോയി കാണാം, അങ്ങനെയില്ല. ഇതിപ്പം അതാണ് കഴിവല്ലേ, നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ കണ്ടിട്ട് ആ മൂവി കാണാം, കൊള്ളാൻ തോന്നുന്നു കേട്ടോ എന്ന് തോന്നുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ തോന്നിക്കുന്ന ഒരു ടെക്നിക്കൽ ക്രൂ ഉണ്ട് എന്നുള്ളത് എനിക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് ആരെയും ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. അത് ഉറപ്പ് തരാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് തന്നെ മനസ്സിലൊന്നും ഇല്ലാണ്ടായി പോകത്തില്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ. അത് അത്രയും ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്.
അപ്പം മറ്റു സിനിമകളെ പോലെ തന്നെ നമ്മുടെ സിനിമ കാണണം, വിലയിരുത്തണം. അതിൻ്റെ ഒരു ആദ്യം കാണുന്ന ഒരു നിറവും ബഹളവും ഇല്ലാത്തതുകൊണ്ട് പിൻവലിഞ്ഞ് കളയരുത്. ഇല്ല, നിങ്ങൾ രണ്ടുപേരും ഇവർ രണ്ടുപേരും കെമിസ്ട്രി കാണണം ഈ സിനിമ. ഭയങ്കര രസമാണ്. നമ്മൾ ഇവരുടെ കൂടെ യാത്ര ചെയ്തു പോകും. അതാണ് എനിക്ക് അതിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ശരിക്കും പറഞ്ഞ മീനുവിൻ്റെ കൂടെയും ചേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു. നിങ്ങളുടെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇൻറ്ററാക്ഷൻസും ചെറിയ എന്താ പറയുക പിണക്കങ്ങളും ഇണക്കങ്ങളും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ. ഇന്ന ചേട്ടാ ഞാൻ പിന്നീട് പിടിക്കണമായിരുന്നു. ഇതൊരു താക്കീതാണ്. ഞാൻ വിടൂല, ഇത് എത്ര മാസേ ഞാൻ നടക്കണമെന്നറിയാം.